ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ യോഹന്നാൻ സ്നാപകൻ കർത്താവിന് വഴിയൊരുക്കുന്നു. അദ്ദേഹം പറയുന്നത്, വെട്ടാനുള്ള മരമെല്ലാം ഇപ്പോഴേ അടയാളം ചെയ്ത് കഴിഞ്ഞു. നല്ല ഫലം കായ്ക്കുന്നില്ലെങ്കിൽ വെട്ടിക്കളയും. പുരുഷാരം അദ്ദേഹത്തോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? ചുങ്കക്കാർ വന്നു, ഞങ്ങൾ എന്ത് ചെയ്യണം? പട്ടാളക്കാർ വന്നു, ഞങ്ങൾ എന്ത് ചെയ്യണം? ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സാധാരണ ജനങ്ങൾ അവൻ്റെ അടുത്ത് കൂടി, സർക്കാർ ഉദ്യോഗസ്ഥർ കൂടി, രാഷ്ട്രീയക്കാർ കൂടി, പിന്നെയോ സൈന്യം വന്നുകൂടി. ചുങ്കക്കാർക്ക് എന്തിൻ്റെ കുറവാണ് ഉള്ളത്? സർക്കാർ ഉദ്യോഗസ്ഥർക്ക്, പട്ടാളക്കാർക്ക്, അധിപന്മാർക്ക് എന്തിൻ്റെയാ ബുദ്ധിമുട്ട്? എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവർ ഈ ഒരു കാര്യം കേട്ടപ്പോൾ അടുത്ത് വന്നത്? യേശു കർത്താവ് ഇതിനെക്കുറിച്ച് പിന്നീട് പറഞ്ഞത്, യോഹന്നാൻ സ്നാപകൻ കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു. നിങ്ങൾ അവൻ്റെ വെളിച്ചത്തിൽ ഉല്ലസിക്കാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞ, ഇരുട്ടിൽ വെളിച്ചത്തിന് സാക്ഷ്യം പറയാൻ വന്നൊരു മനുഷ്യൻ്റെ വായിൽ നിന്ന് കേട്ട സുവിശേഷം. യോഹന്നാൻ പറഞ്ഞതും സുവിശേഷം തന്നെ. അത് കേട്ടപ്പോൾ പണമുള്ളവനും അധികാരമുള്ളവനും ശക്തിയുള്ളവനും വന്നിട്ട് ചോദിക്കണം, ഞങ്ങൾ എന്ത് ചെയ്യണം ഇത് കിട്ടാൻ? കണ്ടോ, മനുഷ്യന് ആവശ്യമുള്ളത് എന്താണ്? എല്ലാവരും തെറ്റായി വിചാരിക്കുകയാണ് പണമാണ്. യൂട്യൂബിലും മറ്റ് മീഡിയയിലും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കാണുകയാണ്. അനേകർ മറ്റുള്ളവർക്ക് പൈസ കൊടുക്കുന്നതും സന്തോഷിപ്പിക്കുന്നതും നല്ലതാണ്. പക്ഷെ അത് രഹസ്യത്തിൽ ചെയ്തിരുന്നെങ്കിൽ കുറേ കൂടെ നന്നായിരുന്നെങ്കിൽ. രഹസ്യത്തിൽ ചെയ്യുന്നവർ ഒത്തിരി പേരുണ്ട്, അതിനായി സ്തോത്രം. പക്ഷേ അതിനപ്പുറത്തൊരെണ്ണം ഉണ്ട്. അതാണ് ഈ യോഹന്നാൻ സ്നാപകൻ പറയുന്നത്. പണമുള്ളവരും അധികാരമുള്ളവരും ഇത് കേട്ടിട്ട് അവൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തണമെങ്കിൽ മനുഷ്യനാവശ്യം വേറെന്തോ ആണ്. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് ചോദിക്കും. ഞങ്ങൾ എന്ത് ചെയ്യണം? പുരുഷാരം ചോദിക്കും, ഞങ്ങൾ എന്ത് ചെയ്യണം? ഉപദേശി, ഞങ്ങൾ എന്ത് ചെയ്യണം? മോശയുടെ പ്രമാണം കിട്ടിയ ജനമാണ്. അവർക്ക് വേറൊരു ഉപദേശവും ഈ മനുഷ്യൻ കൊടുക്കുന്നില്ല. അവിടെയാണ് എൻ്റെ പ്രസക്തി. നോക്കരുത്, തൊടരുത്, പിടിക്കരുത് ഒന്നുമല്ല പറയുന്നത്. 2 വസ്ത്രമുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കുക. ഭക്ഷണ സാധനങ്ങളും അതുപോലെ പങ്കുവയ്ക്കുക. ചുങ്കക്കാരോട് അത് തന്നെ പറയുന്നത്, സാമ്പത്തിക വിഷയം തന്നെ പറയുന്നത്. പട്ടാളക്കാരോട് അതേ കാര്യം തന്നെ പറയുന്നത്, നിങ്ങൾക്കുള്ള ശമ്പളം മതി എന്ന് വെപ്പീൻ. 2000 വർഷം കഴിഞ്ഞ് ഇപ്പോൾ ഒന്ന് നോക്കിക്കേ, ജനങ്ങൾ മുഴുവൻ തെറ്റിക്കിടക്കുന്നത്. ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഇപ്പോൾ നിൽക്കുന്ന ജെരീഹോ കോട്ട എന്ന് പറയുന്നത് പണമാണ്, സാമ്പത്തിക വിഷയമാണ്. കർത്താവിൽ വരുന്നവർ വരെ ചോദിക്കുന്നത് സാമ്പത്തികമാണ്. കർത്താവിൻ്റെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകും തീർച്ചയായും. പക്ഷെ കർത്താവിന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ആവശ്യം സമ്പത്തല്ല, ഞാനാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ. സമ്പത്ത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്നു. വസ്ത്രം കിട്ടുമ്പോൾ, ആഹാരം കിട്ടുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു സാധനം നിങ്ങളുടെ അകത്തില്ലേ? അത് ഞാൻ വെച്ചതാണ്. സമ്പത്ത് കൊണ്ട് നടക്കാത്ത വിഷയങ്ങളില്ലേ, അവിടെ പരിഹാരം തരുന്നത് ഞാൻ തന്നെയാണ്. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ പുരുഷാരത്തിൽ ഒരുത്തൻ യേശുവിനോട്, ഗുരു, ഞാനുമായി അവകാശം പകുതി ചെയ്യാൻ എൻ്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. ഈ യോഹന്നാൻ പറഞ്ഞത് വെച്ചാണ് കറക്റ്റ് അല്ലേ? അവൻ്റെ സഹോദരൻ്റെ കയ്യിൽ സ്വത്ത് മുഴുവൻ ഇരിക്കുകയാണ്, പകുതി ഇവന് കൊടുക്കണ്ടേ? പക്ഷെ കർത്താവിൻ്റെ മറുപടിയാ, മനുഷ്യ എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കുവയ്ക്കുന്നവനോ ആക്കിയത് ആര് എന്ന് പറഞ്ഞാൽ ഈ പൈസയുടെ വിഷയത്തിലാണ് എനിക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനൊരു വചനം പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇത് വെച്ച് ന്യായം വിധിച്ച് എനിക്ക് സ്വത്ത് മേടിച്ചു തരണം. അപ്പം നിന്റെ ഉദ്ദേശം ഇപ്പോഴും സ്വത്താണ്. സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളുവീൻ. ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാൽ അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവനാധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഒരു ഉപമയും അവനോട് പറഞ്ഞത്, ധനവാനായൊരു മനുഷ്യൻ്റെ ഭൂമി നന്നായി വിളഞ്ഞു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ്റെ ബിസിനസ് ക്ലിക്ക് ചെയ്തു, വർദ്ധിച്ചു. അവൻ ഒരു കമ്പനി ഉണ്ടായിരുന്നു. അവൻ ഇൻവെസ്റ്റ് ചെയ്തെടുത്തെല്ലാം നല്ല പ്രോഫിറ്റ് കിട്ടി. അവൻ ഒരു കമ്പനി കൂടെ തുടങ്ങാനുള്ള പ്ലാനാണ്. അപ്പോൾ അവൻ വീട്ടിലിരുന്ന് പ്ലാൻ ചെയ്യുകയാണ്, ഞാൻ കുറച്ചുകൂടെ ബ്രാഞ്ചുകൾ തുടങ്ങും, കുറച്ചുകൂടെ സ്റ്റോർ ഹൗസുകൾ പണിയും, എൻ്റെ കിട്ടിയ പൈസയെല്ലാം പല പല ബാങ്കിലായിട്ടിടും, കുറേ പൈസ ഞാൻ വിദേശത്ത് വിടും. കർത്താവ് വന്നിട്ട് അവനോട് പറയുകയാണ്, ഇന്ന് ഈ രാത്രിയിൽ മൂഢ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്ന് പറഞ്ഞു.
ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. കണ്ടോ, കർത്താവിന് നിങ്ങൾ നിക്ഷേപിക്കുന്നതിൽ വിരോധമില്ല. പക്ഷേ ദൈവവിഷയമായി സമ്പന്നനാകാതെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പള്ളിയിൽ വന്നു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അപ്പോൾ ഞാൻ ദൈവവിഷയമായി സമ്പന്നനായി ഇനി ഞങ്ങൾക്ക് നിക്ഷേപിക്കാത്തതാണ്. അല്ല, ദൈവം നിങ്ങളുടെ സന്തോഷമാകാതെ, കർത്താവ് നിങ്ങളുടെ സന്തോഷമാകാതെ നിങ്ങൾ നിക്ഷേപിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ മൂഢനാണ്. ഈ ഉപമ വെച്ച് നമുക്ക് വേണമെങ്കിൽ പറയാം, ഇയാൾ സമ്പാദിച്ചു വെച്ച് കർത്താവ് നീ ചോദിക്കുന്നു ഇവൻ്റെ പ്രാണനെ അങ്ങ് എടുക്കുമെന്ന്. അപ്പോൾ അവൻ പറയും, എൻ്റെ പ്രാണനെ എടുത്തോ, എൻ്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഉപകരിക്കാമല്ലോ. ഇന്ന് സമ്പന്നരായിരിക്കുന്ന എല്ലാവരും അവരുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നു. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം. എന്നിട്ട് പ്രാണനെ ഞാൻ എടുക്കുമെന്ന് പറഞ്ഞാൽ ജീവൻ എടുക്കുന്നു മാത്രമല്ല, ഈ പൈസയ്ക്കും സാഹചര്യങ്ങൾക്കും സമൃദ്ധിക്കും സന്തോഷം തരാൻ കഴിയാതെ വണ്ണം നിന്റെ അകത്ത് ദൈവം വെച്ചിരിക്കുന്ന വെളിച്ചം ദൈവം എടുക്കും. നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ആ ഇരുട്ട് എത്രയധികം. കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. നിന്റെ അകത്തൊരു വെളിച്ചമുണ്ട്, അത് പ്രാണനാണ്, ദൈവം വെച്ച പ്രാണൻ. അത് വർദ്ധിക്കണം. ഇപ്പൊ യോഹന്നാൻ കത്തി ജ്വലിക്കുന്ന വിളക്കായിരുന്നു. എങ്ങനെ? വീടുണ്ടായിരുന്നു, സ്വത്തുണ്ടായിരുന്നു, പദവി ഉണ്ടായിരുന്നു, അദ്ദേഹം അത് വിട്ടുകളഞ്ഞു, മരുഭൂമിയിൽ വന്നു, പ്രകൃതിയിൽ നിന്ന് ജീവിച്ചു, ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പ് ധരിച്ചു, ഏലിയാവിനെ പോലെ തോട്ടിൽ നിന്ന് കുടിച്ചു, കാക്ക തന്ന ആഹാരം കഴിച്ചു എന്ന് പറഞ്ഞ പോലെ ഈ മനുഷ്യൻ വയറിന് വേണ്ടി ജീവിച്ചില്ല, അരുളപ്പാടിന് വേണ്ടി ജീവിച്ചു. ദൈവം മരുഭൂമിയിൽ അരുളപ്പാട് കൊടുത്തു. ഇദ്ദേഹം വന്നിട്ട് മാനസാന്തരത്തിന്റെ ദൂത് പറയുകയാണ്. അതുകൊണ്ടാണ് ഈ പുരുഷാരവും പട്ടാളക്കാരും സർക്കാർ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും വന്ന് മുട്ടുകുത്തുന്നത്. കാരണം ഇദ്ദേഹം ഫോളോ ചെയ്യുന്ന ഒരു ദൂതാണ് പറഞ്ഞത്. യേശു കർത്താവ് പിന്നീട് ഇദ്ദേഹത്തെ പരാമർശിച്ച് പറഞ്ഞത്, പരീശന്മാരും ശാസ്ത്രിമാരും ദൈവത്തിന്റെ ആലോചന നിരസിച്ചു കളഞ്ഞു. യോഹന്നാൻ സ്നാപകനിലൂടെ ദൈവത്തിന്റെ ആലോചന ഇവർക്ക് വന്നതാണ്, മാനസാന്തര സ്നാനം. പക്ഷെ ഇവർ പറഞ്ഞു ഇവൻ തിന്നാത്തവനും കുടിക്കാത്തവനുമാണ്, ഇവന് ഭൂതമുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ മാനസാന്തരം കാണിക്ക്, പ്രവൃത്തിയിൽ കാണിക്ക്. നിങ്ങളുടെ 2 കാറുണ്ട്, 1 കാറ് മറ്റുള്ളവർക്ക് കൊടുക്ക്. 2 സ്കൂട്ടറുണ്ട്, 1 സ്കൂട്ടർ മറ്റൊരാൾക്ക് കൊടുക്ക്. 2 വീടുണ്ടെങ്കിൽ 1 വീട് മറ്റൊരാൾക്ക് കൊടുക്ക്. ബാങ്കിൽ കിടക്കുന്ന ഫിക്സഡ് ഡിപ്പോസിറ്റ് എല്ലാം പിൻവലിക്ക്. നിങ്ങളെ മാനസാന്തരം പ്രവൃത്തിയിൽ കാണിക്കുക. ഇല്ലെങ്കിൽ റോഡ് റെഡിയായില്ലെന്ന് അർത്ഥം. കുന്നു മാറിയില്ല, താഴ്വര നികന്നില്ല, നസ്രത്തിലെ തച്ചൻ വീട്ടിലോട്ട് വരത്തുമില്ല. ഞാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, പരിശുദ്ധാത്മാവ് കൊണ്ട് തീ കൊണ്ട് ഒരുത്തം വരുന്നുണ്ട്. അകത്ത് നേരത്തെ പറഞ്ഞില്ലേ ഒരു വെളിച്ചം, അത് തീപ്പന്തം പോലെ അവൻ കത്തിക്കും. അവൻ ദേഹരൂപത്തിൽ ഇറങ്ങി വരും. നമ്മൾ ആദ്യം വായിച്ച പാസേജിൽ ജനം കാത്തു നിന്നു. എന്തിനു കാത്തു നിന്നു? ഇവൻ ഞങ്ങളെ സ്നാനപ്പെടുത്താൻ വേണ്ടി കാത്തു നിന്നു. ഇദ്ദേഹം ദൂത് പറയുകയാണ്, ദേ ഇതാണ് കാര്യം. 2 ഉള്ളത്, 1 മറ്റൊരുത്തിന് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ഫുഡ് ഷെയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ചുങ്കക്കാര് ഇനി അധികം പിരിക്കാതിരിക്കാൻ തയ്യാറാണെങ്കിൽ, പട്ടാളക്കാര് ആരെ ഉപദ്രവിക്കാതെയും നിങ്ങളുടെ ശമ്പളം മാത്രം മതിയെന്ന് നിങ്ങൾ ഏറ്റുപറയാമെങ്കിൽ വരിക, ഞാൻ സ്നാനപ്പെടുത്താം. ജനം കാത്തു നിന്നു, ഞങ്ങളെ സ്നാനപ്പെടുത്തണമെന്ന് പറഞ്ഞ് കാത്തു നിന്നു. അദ്ദേഹം സ്നാനപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, എന്നിലും ബലവാനായവൻ എൻ്റെ പിന്നാലെ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. മറ്റു പലതും അവൻ പ്രബോധിപ്പിച്ചുകൊണ്ട് ജനത്തോട് സുവിശേഷം അറിയിച്ചു. അപ്പോൾ യേശു കർത്താവ് സുവിശേഷം പറയുന്നതിന് മുമ്പ് യോഹന്നാൻ പറഞ്ഞ സുവിശേഷമാണിത്. മാനസാന്തര സ്നാനം, ബാപ്റ്റിസം ഓഫ് റിപ്പൻറ്റൻസ്, അത് കഴിഞ്ഞവനെ പരിശുദ്ധാത്മ സ്നാനം കിട്ടത്തുള്ളൂ. അപ്പോൾ മാനസാന്തര സ്നാനം അല്ലെങ്കിൽ മാനസാന്തരത്തിൻ്റെ പ്രവൃത്തികൾ നമ്മൾ കാണിക്കുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് സ്ഥിരമായി വസിക്കുകയില്ല. ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവിൽ നമുക്ക് ചെയ്യാൻ കഴിയാതെ വരും. കാരണം ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിക്കാൻ നമുക്ക് കഴിയുകയില്ല. 2 യജമാനന്മാരെ സേവിക്കാൻ കഴിയുകയില്ല. ഒരാൾ പറയണം നിങ്ങൾ തെക്കോട്ട് പോകണം, മറ്റാൾ പറയണം നിങ്ങൾ വടക്കോട്ട് പോകണം. അപ്പോൾ ഒരാളെ നമുക്ക് നിരസിക്കേണ്ടി വരും. നമുക്ക് സാത്താനെ നിരസിക്കാം. നമുക്ക് നമ്മുടെ പ്രാണനെ വിലയേറിയതായിരുന്ന നമ്മുടെ പ്രാണന് വേണ്ടി സ്വന്തം പ്രാണൻ വെച്ച് കളഞ്ഞ നസ്രായനെ സ്നേഹിക്കാം. നമുക്ക് ജീവന്റെ വഴി തിരഞ്ഞെടുക്കാം. നമ്മുടെ തലമുറകൾക്ക്, വരുന്ന തലമുറയ്ക്ക്
അനുഗ്രഹമാകത്തക്കവണ്ണം വിവേകത്തോടെ ബുദ്ധിയോടെ നമുക്കൊരു തിരഞ്ഞെടുപ്പ് നടത്താം. നമുക്ക് കർത്താവ് മതി. അനവധി സമ്പത്തിനേക്കാളും സത്കീർത്തിയും അവൻ്റെ മകനെന്നുള്ള വിളി, അവൻ്റെ ദാസനെന്നുള്ള സൽപ്പേര്, രക്ഷിക്കപ്പെട്ടവൻ, സ്നാനപ്പെട്ടവൻ, വീണ്ടും ജനിച്ചവനെന്നുള്ള സൽപ്പേര് നമുക്ക് മതി. വെള്ളിയേക്കാളും പൊന്നിനേക്കാളും നല്ലത് കൃപ നമുക്ക് മതി. കാരണം വെള്ളിയും പൊന്നും പരാജയപ്പെടുന്നു പല സ്ഥലങ്ങളിലും, പക്ഷെ കൃപ ഒരിക്കലും പരാജയപ്പെടുന്നില്ല. നിസാരമെന്ന് തോന്നുന്നു, പക്ഷേ ഏറ്റവും ശക്തിയുള്ളതാണത്. വെള്ളി കൊണ്ട് പൊന്നുകൊണ്ട് നടക്കാത്തത് കൃപ കൊണ്ട് നടക്കും. അതുകൊണ്ട് നമുക്ക് കർത്താവ് മതി, നമുക്ക് യേശു മതി. ഞാൻ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ദൈവം കൃപ നൽകട്ടെ. ആമേൻ.